ഹലോ ഗൈസ്, വെൽക്കം ടു അൻസസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ റിയൽമി 7 എന്നുള്ള ഫോൺ ഞാൻ ഏകദേശം 15 ദിവസത്തോളം ഉപയോഗിച്ചു. അപ്പോൾ അതിൽ എനിക്ക് അനുഭവപ്പെട്ട അതിൻ്റെ മെച്ചങ്ങൾ, പോരായ്മകൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ റിയൽമി 7ൻ്റെ മെച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായിട്ട് എനിക്ക് ഫീൽ ചെയ്ത മെച്ചമാണ് ഇതിൻ്റെ പെർഫോമൻസ് എന്നുള്ളത്. അതായത് ഇതിൽ വന്നിരിക്കുന്ന പ്രൊസസ്സർ മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്നുള്ള പ്രൊസസ്സറാണ്. ഇതൊരു ഒക്ടാകോർ പ്രൊസസ്സറാണ്. ഈ ഒരു പ്രൊസസ്സറിൽ കോർട്ടെക്സ് A76 ബേസ്ഡ് ആയിട്ടുള്ള കോറുകൾ, 2 പെർഫോമൻസ് കോറുകളുണ്ട്. ഇതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഇതിൽ നിന്ന് തരുന്നുണ്ട്. മാത്രമല്ല ഇതിൻ്റെ ഗ്രാഫിക്സും അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോമൻസ് തരുന്ന ഗ്രാഫിക്സാണ്. അതായത് മാലി G76 MC4 എന്ന് പറയുന്ന ഒരു GPU ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ ഗെയിമിങ്ങിനും അതേപോലെ തന്നെ ഡേ ടു ഡേ ടാസ്കുകൾക്കൊക്കെ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ഉള്ള ഒരു ഫോണായിട്ട് ഇത് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 15,000 റേഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിന് നല്ല രീതിയിൽ ഒരു പെർഫോമൻസ് തരുന്ന ഫോൺ തന്നെയാണ് റിയൽമി 7. പിന്നെ ഞാൻ ഇതിൽ ഗെയിമിംഗ് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ ഓൾറെഡി ഗെയിമിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഈ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ഓവറോൾ പറയുമ്പോൾ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടി എന്നുള്ള ഗെയിം ബാറ്റിൽ റോയലെ മോഡിൽ കളിച്ചു. അതിൽ നമുക്ക് വെരി ഹൈ ഗ്രാഫിക്സ്, ഹൈ ഫ്രെയിം റേറ്റ് ഇങ്ങനെ മാക്സിമം കളിക്കാൻ പറ്റും. അതിൽ നമ്മൾ കളിക്കുമ്പോൾ ഏകദേശം 40 ഫ്രെയിം പെർ സെക്കൻഡ് ആ ഒരു റേഞ്ചിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫ്രെയിം റേറ്റ് കിട്ടുന്നുണ്ട്. ചില ടൈമിലൊക്കെ വല്ലപ്പോഴൊക്കെ ഒരു ഡ്രോപ്പ് ഉണ്ട് എന്നത് ഒഴിവാക്കി നിർത്തിയാൽ ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് 40 ഫ്രെയിം പെർ സെക്കൻഡ് എന്ന് പറയാം. പിന്നെ കോൾ ഓഫ് ഡ്യൂട്ടിയിൽ മൾട്ടിപ്ലെയർ മോഡിൽ ഏകദേശം ഇതേ ഗ്രാഫിക്സിൽ നമ്മൾ കളിക്കുമ്പോൾ 50 ഫ്രെയിം പെർ സെക്കൻഡിൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ PES 2021 ഈ ഒരു ഗെയിമാണ് ഞാൻ പിന്നെ ട്രൈ ചെയ്തത്. അതിൽ ഏകദേശം നമുക്ക് ഹൈ ഗ്രാഫിക്സ് 60 ഫ്രെയിം പെർ സെക്കൻഡിൽ കളിക്കുമ്പോൾ ഏകദേശം 50 എബോ ആയിട്ടുള്ള FPS കിട്ടുന്നുണ്ട്. അതായത് ചിലപ്പോഴൊക്കെ 60 ഫ്രെയിം പെർ സെക്കൻഡ് തന്നെ കറക്റ്റ് കിട്ടുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസും ഈ ഫോൺ തരുന്നുണ്ട്. പിന്നെ ഓവറോൾ ഇതിൻ്റെ ഹീറ്റിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം G90T എന്ന് പറയുന്ന മീഡിയാടെക്കിൻ്റെ കുറച്ച് മുമ്പ് ഇറങ്ങിയ ഒരു പ്രൊസസ്സറിന് അതിൻ്റെ ചെറുതായിട്ടൊരു മാറ്റം വരുത്തിയിട്ടുള്ള ഒരു പ്രൊസസ്സറാണ് G95 എന്നുള്ള ഈ ഒരു പ്രൊസസ്സർ. അപ്പോൾ ഈ G90T എന്നുള്ള പ്രൊസസ്സറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഇത് റെഡ്മി നോട്ട് 8 പ്രോയിൽ വന്നൊരു പ്രൊസസ്സറാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ ഉപയോഗിച്ച് ഗെയിമൊക്കെ കളിച്ചപ്പോൾ അന്ന് കുറച്ച് നല്ല രീതിയിൽ ഹീറ്റ് ആകുമായിരുന്നു. പക്ഷേ ഓവർ ഹീറ്റിംഗ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കൈ ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ നോർമൽ യൂസിങ്ങിലും ഹീറ്റിംഗ് വരുന്ന രീതിയിലൊന്നും അല്ലായിരുന്നു. എന്നിരുന്നാൽ പോലും കുറച്ച് ഹീറ്റിംഗ് ആയിരുന്ന പ്രൊസസ്സറായിരുന്നു. അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു G95 വരുമ്പോൾ അല്ലെങ്കിൽ റിയൽമി 7 വരുമ്പോൾ കുറച്ചൊരു ഹീറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുമ്പോൾ ഹീറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ്. പക്ഷേ നോർമൽ ഡേ ടു ഡേ ടാസ്കുകൾക്കൊന്നും ചെയ്യുമ്പോൾ ഒന്നും ഹീറ്റ് വരുന്നില്ല. ഹെവി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഹീറ്റ് വരുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവർ ഹീറ്റിംഗ് എന്ന് പറയുന്ന രീതിയിലുള്ള ഹീറ്റിംഗ് ഒരിക്കലും ഇതിൽ നിന്ന് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ മെച്ചത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പെർഫോമൻസ് ഒരു മെച്ചമായിട്ട് പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ മെച്ചമായിട്ട് ഞാൻ കാണുന്നത് ക്യാമറയാണ്. ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ട് ക്യാമറ നമ്മൾ നോക്കുകയാണെങ്കിൽ സോണി IMX471 എന്നുള്ള സെൻസർ, ബാക്കിലെ മെയിൻ ക്യാമറ 64 മെഗാ പിക്സൽ സോണി IMX682 എന്നുള്ള സെൻസർ. അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ക്യാമറ പ്രൊസസ്സർ നമുക്ക് തരുന്നുണ്ട് ഈ ഫോൺ റിയൽമി 7 എന്നുള്ള ഫോൺ. അതിൻ്റെ ഒരു ക്വാളിറ്റി, നമ്മൾ പിക്ചർ ക്വാളിറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡൈനാമിക് റേഞ്ച്, കളർ അക്യുറസി ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ വളരെ നല്ല രീതിയിലുള്ളൊരു പിക്ചറാണ് തരുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ടൈം നമ്മൾ പിക്ചർ എടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള പിക്ചർ തരാൻ സഹായിക്കുന്നുണ്ട് ഈ ഒരു സെൻസറും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് കൺസിഡർ ചെയ്യുമ്പോൾ വളരെ നല്ല ക്വാളിറ്റിയുള്ള സെൻസറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ക്യാമറയുടെ കാര്യത്തിൽ വളരെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. മെയിനായിട്ട് ഓവർ സാച്ചുറേഷൻ ഇഷ്യൂ നമ്മൾ റിയൽമി 7i ആയിട്ട് ഈ ഒരു 7ൻ്റെ ക്യാമറ കമ്പാരിസൺ ചെയ്തപ്പോൾ പറഞ്ഞാണ്. അതിന് ശേഷം വളരെ നല്ല രീതിയിലൊരു ക്യാമറ അപ്ഡേറ്റ് എന്ന് പറയുന്ന രീതിയിലൊക്കെ അപ്ഡേറ്റൊക്കെ വന്നു. അതൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നോക്കി ഓവർ സാച്ചുറേഷനിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലൊരു മാറ്റമൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ വേറൊരു ഇഷ്യൂ ആയിരുന്നു ഫ്രണ്ട് ക്യാമറക്ക് ഫ്രണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല എന്നുള്ളത്. അതും ഈ അപ്ഡേറ്റിലൂടെ മാറ്റമൊന്നും വന്നിട്ടില്ല. പിന്നെ വേറൊരു ഇഷ്യൂ ആയിരുന്നു, അതായത് ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ട് നമ്മൾ പോർട്രേറ്റ് മോഡ് എടുക്കുമ്പോൾ 4 മെഗാ പിക്സൽ ഷോട്ട് മാത്രമാണ് തരുന്നത് എന്നുള്ള ആ ഒരു പ്രശ്നവും ഈ അപ്ഡേറ്റിലൂടെ അവർ സോൾവ് ചെയ്തിട്ടില്ല.
അവർ പറയുന്നു കുറേ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെന്ന്. പക്ഷേ വിസിബിൾ ആയിരിക്കുന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റ് ആണ്, അല്ലെങ്കിൽ അത്രയും ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട് ക്യാമറ എന്നുള്ള പറയാൻ പറ്റുന്ന രീതിയിലൊന്നും ഞാൻ കമ്പാരിസൺ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. എന്തായിരുന്നാലും ഇതൊക്കെ മാറ്റി നിർത്തിയാലും നമ്മൾ ബെസ്റ്റ് സെൻസർ, അതുപോലെ തന്നെ ആ രീതിയിലൊക്കെ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ചത് കൊണ്ടുള്ള ഒരു മെച്ചം എപ്പോഴും റിയൽമി 7 കാണിക്കുന്നുണ്ട്. മെയിനായിട്ട് ഡൈനാമിക് റേഞ്ച്, കളർ അക്യുറസി, ഈ ഒരു കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ ക്യാമറയും നമുക്ക് ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് ഇതിൻ്റെ ഒരു മെച്ചമായിട്ട് തോന്നിയ, അല്ലെങ്കിൽ ഒരു പ്രോസായിട്ട് തോന്നിയ ഒരു കാര്യമാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് വന്നിട്ടുള്ളത്. പക്ഷേ വളരെ നല്ല രീതിയിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള നല്ലൊരു ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് ഇതിൽ വന്നിട്ടുള്ളത്. മാത്രമല്ല നമുക്ക് നോർമലായിട്ട് ഫോൺ ഹോൾഡ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് എക്സ്ട്രാ എഫേർട്ടൊന്നും എടുക്കേണ്ട ഫിംഗർ പ്രിൻറ്റ് സെൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വെച്ചിട്ട് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു നോർമൽ പോലെ നമ്മളൊരു പവർ ബട്ടൺ നിൽക്കുന്ന ആ ഒരു രീതിയിലേക്ക് പവർ ബട്ടൺ നിൽക്കുക പോലും വേണ്ട, അപ്പോഴേക്കും ഫോൺ അൺലോക്ക് ആവും. അത്രയും ഫാസ്റ്റാണ്, അത്രയും റെസ്പോൺസീവ് ആണ്. ഞാൻ അതിനെക്കുറിച്ച് ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോയിലും പറഞ്ഞാണ്. ഓവർ റെസ്പോൺസീവ് ആണോ എന്നാണ് എൻ്റെ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറയാനുള്ളത്. അതായത് റെസ്പോൺസ് കൂടിപ്പോയോ എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതും നമുക്ക് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ പറയേണ്ടതുണ്ട്. ഇനി നാലാമതായിട്ട് ഇതിൻ്റെ പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയേണ്ടത് ഇതിൻ്റെ ചാർജിങ് ടൈമാണ്. നമുക്കറിയാം ഇതിനോട് കൂടെ വരുന്നത് 5000 mAh ബാറ്ററിയാണ്. ഇത് ചാർജ് ചെയ്യാൻ വരുന്ന ചാർജർ 30 വാട്ട് ഡാർട്ട് ചാർജറാണ്. അപ്പോൾ ഈ ചാർജർ വെച്ച് നോർമലായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്ന പോലെ ചാർജ് ചെയ്യുമ്പോൾ ഏകദേശം 10% അല്ലെങ്കിൽ 15%, 20% ഈ റേഞ്ചിലൊക്കെ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 1 മണിക്കൂർ ആകുമ്പോഴേക്ക് ഇത് ഫുൾ ചാർജ് ആവും. ഇതിൻ്റെ ഒരു വലിയൊരു പ്ലസ് പോയിൻ്റ് തന്നെയാണ്. നമുക്കറിയാം 5000 mAh ബാറ്ററി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൈസുള്ളൊരു ബാറ്ററിയാണ്. എന്നിട്ട് പോലും വളരെ നല്ല രീതിയിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ ഫുൾ ചാർജ് ആവുക എന്ന് പറയുന്നത് നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. ഇനി അടുത്തായിട്ടുള്ള ഒരു പ്ലസ് പോയിൻ്റ് ആണ് ഇതിൻ്റെ ഡിസ്പ്ലേ കുറിച്ച് പറയുമ്പോൾ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളിൽ വരുന്ന ഡിസ്പ്ലേയുടെ അതേപോലെ തന്നെയാണ്. ഓവറായിട്ട് വളരെ കളർ അക്യുറസി അല്ലെങ്കിൽ നല്ല ബ്രൈറ്റ്നെസ് അങ്ങനെയൊന്നുമില്ല. നോർമൽ ഇതേ രീതിയിലുള്ള ഫോണുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ബ്രൈറ്റ്നെസ് തന്നെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട്. ആ രീതിയിലാണ്. ഈ ഒരു കാര്യത്തിലല്ല, പക്ഷേ ഇതിൽ 90 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് നമ്മൾ ഡേ ടു ഡേ ടാസ്കുകളൊക്കെ ചെയ്യുമ്പോൾ സ്ക്രോളിങ്ങും അനിമേഷൻസും ഒക്കെ ആ ഒരു യൂസർ ഇൻ്റർഫേസിലുള്ള ഒരു അനിമേഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സ്മൂത്ത്നെസ് അനുഭവപ്പെടും. നമുക്ക് ഈ ഫ്രെയിം റേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് നോർമൽ വരുന്നത്. അത് 90 ആവുമ്പോൾ നമുക്ക് ആ ഒരു മാറ്റം മനസ്സിലാവുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ അത് ഒരു വലിയൊരു ഡീൽ ബ്രേക്കിംഗ് കാര്യമാണോ വെച്ചാൽ അല്ല. 60 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് എന്ന് വിചാരിച്ചും നമുക്കത് യൂസ് ചെയ്യുന്നതിലൊരു പ്രശ്നമൊന്നും അനുഭവപ്പെടില്ല. നമ്മൾ 60 ഫ്രെയിം പെർ സെക്കൻഡ് യൂസ് ചെയ്ത് ശീലിച്ച ആ ഒരു രീതിയിലായി, 90 Hz യൂസ് ചെയ്ത് ശീലിച്ച ആ ഒരു രീതിയിലായി. പക്ഷെ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും 90 Hz സ്മൂത്ത്നെസ് ക്ലിയർ ആയിട്ട് അനുഭവപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൽ ഓട്ടോ റീഫ്രഷ് റേറ്റ് സെലക്ട് ചെയ്യുന്ന മോഡ് ഇതിൽ അവൈലബിൾ ആണ്. അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ ബ്രൈറ്റ്നെസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ നമുക്ക് റീഫ്രഷ് റേറ്റ് കൂടിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് അനുഭവപ്പെടും യൂസ് ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ചെറിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തായിട്ട് വേറൊരു ചെറിയൊരു പ്ലസ് പോയിൻ്റ് ആണ് ഇതിനോട് കൂടെ വരുന്ന ബാക്ക് കവർ. ഇതിൻ്റെ ക്യാമറ ആകുമ്പോൾ അത്യാവശ്യം പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ നല്ല രീതിയിൽ പ്രൊട്ടക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കോർണേഴ്സൊക്കെ കുറച്ചൊരു റൈസ്ഡ് ആ ഒരു രീതിയിലാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ യൂസബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് കവറാണ് ഇതിന് വന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ ഒരു ചെറിയൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര പ്ലസ് പോയിൻറ്റ്സ് ആണ് ഞാൻ കണ്ടെത്തിയ ഈ ഒരു റിയൽമി 7ൻ്റെ പ്ലസ് പോയിൻറ്റ്സ്. ഇനി ഇതിൻ്റെ പോരായ്മയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ പോരായ്മയായിട്ട് ഞാൻ കാണുന്നത് ഈ ഫോണിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 15000 റേഞ്ചാണ്. പക്ഷേ ഇതിലൊരു മെയിൻ കാര്യം ഇവർ മിസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ എന്ന് പറയുന്ന സംഭവം. ഞാൻ ഇത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് തോന്നി ഇതിന് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ടോപ്പ് സൈഡിലൊന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷേ എവിടെയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. 15000 രൂപ റേഞ്ചുള്ളൊരു ഫോണല്ലേ. എനിക്ക് കോൾ ചെയ്ത് നോക്കുമ്പോഴും എനിക്ക് ആ ഒരു ഫീലിംഗ് കൊണ്ടായിരിക്കാം എനിക്ക് ഇതിനുണ്ട് എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷേ റിയൽമി ആയിട്ട് ഞാൻ ഡയറക്റ്റ് ഡൗട്ടായപ്പോൾ ഡയറക്റ്റ് ട്വീറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ റിയൽമി 7 സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇത് കൺസിഡർ ചെയ്യുമ്പോൾ, ഇതിൻ്റെ പ്രൈസ് റേഞ്ചൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഒരു മിസ്സിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
കാരണം നമുക്കറിയാം ഇതിൻ്റെ കോമ്പറ്റീഷൻ കമ്പനി അതായത് റെഡ്മി ഫോണൊക്കെ എടുക്കുക അല്ലെങ്കിൽ പോക്കോ ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ അവരുടെ 10,000 റേഞ്ചുള്ള ഫോണുകളിൽ വരെ സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. ചെറിയൊരു കാര്യമാണ്, പക്ഷേ അതുപോലും അവർക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വലിയൊരു നെഗറ്റീവായിട്ട് പറയേണ്ടതുണ്ട്, ഞാൻ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ലാത്ത കാരണമുള്ള ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റീരിയോ എഫക്റ്റോട് കൂടി വോയിസ് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ വീഡിയോയിലൊക്കെ സ്റ്റീരിയോ എഫക്റ്റോട് കൂടി വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് പറയാം. അതേപോലെ തന്നെ വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് നമ്മൾ നോയ്സി കണ്ടീഷൻസിലൊക്കെ കോൾ ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ റെഡ്യൂസ് ചെയ്യാൻ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് സഹായിക്കും. ആ ഒരു ഫീച്ചർ ഇതില്ലാത്തത് കാരണം കിട്ടില്ല എന്നുള്ളതും അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പോരായ്മയായിട്ട് പറയാം. അപ്പം സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഇല്ലാത്തത് ഇതിൻ്റെ ഒരു മെയിൻ പോരായ്മയായിട്ട് ഞാൻ കാണുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു പോരായ്മ എന്ന് പറയുന്നത് നമുക്കറിയാം ഇതിൻ്റെ ഫ്രണ്ടിൽ ഗ്ലാസ്, ബാക്കിലൊക്കെ പ്ലാസ്റ്റിക് ആണ്. ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കാര്യം നമ്മൾ ഒഴിവാക്കാം, കാരണം ഇപ്പോൾ ഒരുവിധം ഫോണുകളൊക്കെ പ്ലാസ്റ്റിക് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ആണ് എന്നുള്ള കാര്യം മാറ്റി നിർത്തിയിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലെ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് 3 പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. നമുക്കറിയാം 10,000 റേഞ്ചുള്ള റെഡ്മി ഫോണുകളിൽ പോലും നമുക്ക് ഗൊറില്ല ഗ്ലാസ് 5 കാണുന്നുണ്ട്. അതായത് കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരുന്ന ഗ്ലാസ് ആണ് ഗൊറില്ല ഗ്ലാസ് 5. അപ്പോൾ ഈ ഒരു 15,000 റേഞ്ചിലുള്ള ഫോണിലും ഫ്രണ്ടിൽ മാത്രം ഗൊറില്ല ഗ്ലാസ് യൂസ് ചെയ്തിട്ടും ഗൊറില്ല ഗ്ലാസ് 3 മാത്രമാണ് കൊടുത്തത് എന്നതും ഒരു ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു ഗൊറില്ല ഗ്ലാസ് 5 എങ്കിലും ഞാൻ റിയൽമിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് രണ്ടാമത്തെ ഒരു നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ. പിന്നെ മൂന്നാമത്തെ ഒരു നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 6GB റാം 64GB ഇൻ്റേണൽ മെമ്മറി. അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ വേരിയൻറ്റ് എന്ന് പറയുന്നത് 8GB റാം 128GB ഇൻ്റേണൽ മെമ്മറി. അപ്പോൾ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഞാനൊരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു ഫോണിൻ്റെ വേരിയൻ്റ് എന്ന് കാണുന്നത് 6GB റാം 128GB ഇൻ്റേണൽ മെമ്മറി ഉള്ള ഒരു വേരിയൻ്റാണ്. അപ്പോൾ ആ ഒരു വേരിയൻറ്റ് ഇതിൽ അവൈലബിൾ അല്ല എന്നുള്ളതും എന്നെ സംബന്ധിച്ച് ഞാൻ കാണുന്നൊരു മെയിനായിട്ടുള്ള നെഗറ്റീവ് പോയിൻ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം 4GB റാം തന്നെ ഒരു ആൻഡ്രോയിഡ് ഫോണിന് ധാരാളമാണ് ഗെയിം കളിക്കാനും എല്ലാത്തിനും. ഇനി നമ്മളൊരു ഫ്യൂച്ചർ പ്രൂഫ് എന്നുള്ള നിലക്ക് അതൊരു 6GB റാം ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ ഇൻ്റേണൽ മെമ്മറി നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, ഇതൊക്കെ ഇപ്പോൾ വളരെ നല്ല സൈസ് കൂടിയ സംഭവമാണ്. അപ്പോൾ ഒരു 64GB ഇൻ്റേണൽ മെമ്മറി പോരാ, 128GB ഇൻ്റേണൽ മെമ്മറി ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് കരുതുന്ന വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അതുപോലെ തന്നെ മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, മെമ്മറി കാർഡ് ചിലപ്പോൾ സ്ലോ ആയിരിക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ അത് കറപ്റ്റഡ് ആവും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അത്യാവശ്യം ഇൻ്റേണൽ മെമ്മറി തന്നെ വളരെ നല്ല രീതിയിൽ സൈസ് ഉണ്ടായാൽ നല്ലതാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഏറ്റവും നല്ലൊരു വേരിയൻറ്റ് 6GB റാം 128GB എന്നുള്ള വേരിയൻ്റാണ്. അത് ഈ ഒരു ഫോണിന് അവൈലബിൾ അല്ല എന്നുള്ളത് കാരണമാണ് ഞാൻ ഇതൊരു നെഗറ്റീവായിട്ട് എടുക്കാൻ കാരണം. ഇത്രയും കോൺസ് ആണ് ഞാൻ കണ്ടത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസ് കോൺസ് നമ്മൾ പറയുമ്പോൾ. ഇനി ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓട്ടോ മോഡിലിട്ടിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് ഏകദേശം 7 hours സ്ക്രീൻ ഓൺ ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നമ്മൾ ആ ബാറ്ററി ലൈഫ് നോക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഗെയിമിംഗ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞാണ് ഏകദേശം 5 hours ആ ഒരു റേഞ്ചിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. ഹെവി ഗെയിംസിൻ്റെ കാര്യമാണ്, നോർമൽ ഗെയിംസിൻ്റെ കാര്യമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു എബോവ് ആവറേജ് ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട്. നോർമൽ യൂസ് ആണെങ്കിൽ 1.5 ദിവസം ബാറ്ററി ലൈഫ് കിട്ടും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ റിയൽമി യൂസർ ഇൻ്റർഫേസിനെ കുറിച്ച് ഓവറോൾ നമ്മൾ പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്ലീനർ ആയിട്ടുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡിനോട് കുറച്ചുകൂടി അടുത്ത് നിൽക്കുന്ന ഒരു യൂസർ ഇൻ്റർഫേസാണ്. ആ രീതിയിലൊക്കെ വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. MIUI ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ അപേക്ഷിച്ചിട്ടൊക്കെ നോക്കുമ്പോൾ കുറച്ചുകൂടി സ്റ്റോക്ക് ആൻഡ്രോയിഡ് രീതിയിലേക്ക് വന്നിട്ടുണ്ട്. നല്ല കാര്യം തന്നെയാണ്. പക്ഷേ സ്മൂത്ത്നെസ്സിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഒരു കാര്യത്തിൽ എനിക്ക് MIUIയോടാണ് കുറച്ചുകൂടി താല്പര്യം റിയൽമി UIനേക്കാളും. കാരണം ആനിമേഷൻസിലും കാര്യത്തിലൊക്കെ കുറച്ചൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരേണ്ടതുണ്ട്, കുറച്ചുകൂടി ഒരു സ്മൂത്ത്നെസ് വരേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അപ്ഡേറ്റിലൂടെ റിയൽമിക്ക് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. എന്നിരുന്നാൽ പോലും നമുക്ക് അതൊരു പ്രശ്നമായിട്ട് അനുഭവപ്പെടുന്ന രീതിയിലുള്ള സ്മൂത്ത്നെസ് കുറവോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒന്നും ഈ റിയൽമി UIയിലില്ല. അപ്പോൾ ഓവറോൾ നമ്മൾ ഫൈനലായിട്ട് എൻ്റെ ഒരു വേർഡിക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു 15,000 റേഞ്ചിൽ ബെസ്റ്റായിട്ടുള്ളൊരു ഫോണായിട്ട് എനിക്ക് തോന്നിയൊരു ഫോണാണ് ഈ റിയൽമി 7. അത്യാവശ്യം നല്ല പെർഫോമൻസ്, ക്യാമറ, അതേപോലെ തന്നെ ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. അത്യാവശ്യം ബാറ്ററി ലൈഫ്, പിന്നെ 90 Hz ഡിസ്പ്ലേ,
ഇങ്ങനത്തെ ഒരുപാട് മെച്ചങ്ങൾ, വളരെ കുറച്ച് പോരായ്മകളും ഇങ്ങനെയൊക്കെ വരുന്നൊരു ഫോണാണ്. അപ്പോൾ 15,000 റേഞ്ചിൽ വളരെ നല്ല രീതിയിലുള്ളൊരു ഫോണായിട്ടാണ് എനിക്കിത് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ട് എങ്കിൽ അത് വാങ്ങാനുള്ള ഡയറക്റ്റ് പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും അത് ഈ ചാനലിന് ചെറിയ രീതിയിലുള്ളൊരു സഹായമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങളിവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും അനുസരിച്ച് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.